അല്ല ഫ്രണ്ട്സ്, ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ ഒട്ടിക്കുക, അല്ലാണ്ട് ഇപ്പം എന്നാ ചെയ്യുക? നമ്മുടെയൊക്കെ അശ്രദ്ധ മൂലം നമ്മളൊക്കെ റിവേഴ്സ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ അറിയാതെയൊക്കെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി തട്ടി കഴിയുമ്പോൾ നമ്മുടെ പുറകിലത്തെ ഗ്ലാസ്, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചാടി നമ്മുടെ ഫ്രണ്ടിലെ ഗ്ലാസ്സൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ പൊട്ടിപ്പോകുന്ന ടൈമിൽ നമുക്ക് വളരെയധികം ടെൻഷനായിരിക്കും. അയ്യോ, ഈ ഗ്ലാസ് ഇനി മാറാൻ എന്ത് ചെയ്യും, ഇത് പൊട്ടിപ്പോയല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, മാറാൻ ഒരുപാട് പൈസയാവുമോ, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ഒരുപാട് തരത്തിലുള്ള ടെൻഷൻസ് നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് ചിലരുടെ കേസുകളിൽ. ഇപ്പോൾ തന്നെ ഗ്ലാസ് പൊട്ടിക്കുക, ഗ്ലാസ് ഏതെങ്കിലും ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്ത് മാറുക, അത്രേ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ ഒരുപാട് ടെൻഷനൊന്നും അടിക്കാൻ നിൽക്കാറൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ അബദ്ധവശാല നമ്മുടെ പുറകിൽ ഗ്ലാസ് പൊട്ടി കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്ലാസ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. പിന്നെ ഈ ഗ്ലാസ് ഷോപ്പുകളിൽ ഗ്ലാസ് അവൈലബിൾ ആണ്. അവിടെ ചെന്നിട്ട് വണ്ടിയുടെ കറക്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ് കിട്ടും. പിന്നെ ഗ്ലാസ് ഒട്ടിക്കേണ്ട സ്ഥലം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ സീലൻറ്റ് മേടിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് കട്ടിക്കിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഗ്ലാസിൻ്റെ കറക്റ്റ് ആ സീലൻറ്റ് വന്ന ലൈനിലും അങ്ങോട്ട് കട്ടിക്കിട്ട് അങ്ങ് ഇട്ട് കൊടുത്തായി. അത് കഴിഞ്ഞിട്ട് ഗ്ലാസ് കയറ്റിയിട്ട് നല്ല വെയിറ്റ് കയറ്റി വയ്ക്കുക. ഗ്ലാസ് കയറ്റി വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ, ഞങ്ങളൊരു 3-4 മണിക്കൂർ വെയിറ്റ് കയറ്റി വെച്ചപ്പോഴത്തേക്കും ഓൾറെഡി നല്ല സെറ്റായിട്ട് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ ഇനി വലിയ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നിസ്സാര പൈസയ്ക്ക് ചെയ്ത് തീർക്കാവുന്നൊരു വിഷയമുള്ളൂന്നേ. സീനാക്കേണ്ട കേസില്ല മച്ചാന്മാരെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഓക്കെ, ബൈ ബൈ, സി യു.